ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 10 നാണയമെങ്കിലും ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് വെച്ചു നോക്കുക. നിങ്ങളുടെ സാമ്പത്തികം വളരെയധികം മാറി വലിയ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും വരും. അത് ലളിതമായ കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ്. നമുക്കതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. ചെയ്തു നോക്കുക, എന്നിട്ട് നിങ്ങൾ അത് തീരുമാനിക്കുക. ഞാനീ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി ഇട്ട് വേണം ചെയ്യാൻ. അതായത് ആ നാണയം കുറച്ചൊരു ഞാൻ കാണിച്ചു തരാതെ ഒരു 10 നാണയം എടുക്കുക. ഇതിനകത്തിപ്പോൾ ഞാൻ കുറേ നാണയം എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു 10 നാണയമെങ്കിലും, അതൊരു രൂപ 2 രൂപ എത്ര ആയിക്കോട്ടെ, 10 നാണയമെങ്കിലും മതി. അത് ഇതുപോലെ ഒരു തട്ടത്തിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ചെയ്തിട്ട് ഫലമുണ്ടെങ്കിൽ അത് ആവർത്തിക്കുക, ഇല്ലെങ്കിൽ വിട്ടേരെ. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്തവരെല്ലാം ചോദിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എന്നെ കാണാൻ ഒരു കുടുംബം വന്നു. പക്ഷെ ഞാൻ ചൊവ്വാഴ്ച ഇന്ന് ഇവിടെ ഓഫീസിൽ ഉണ്ടാകേണ്ടതല്ല, ഞാൻ കാണത്തില്ല, ഞാൻ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ടല്ലോ. പക്ഷെ വേറൊരു കാര്യത്തിന് വേണ്ടി ഞാനിവിടെ ഇരുന്നപ്പം ഞാൻ ഓഫീസിൽ വന്നിരുന്നതാണ്. അപ്പോഴേ അവർ ഇവിടെ വന്നു. എന്നെ ജസ്റ്റ് കണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്നെ കാണുമെന്ന് ഒരു സാധ്യത ഇല്ലാത്തൊരു സമയത്ത് അവർ വരുന്നത്. ഏതായാലും അവർ വന്നപ്പോൾ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചെയ്ത് സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടായവരാണ്. ഒരുപാട് സന്തോഷമൊക്കെ പറഞ്ഞ് എനിക്ക് സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വണ്ടി പ്രസ്ഥാനം, ബസ്സൊക്കെ ഉണ്ട്. അപ്പം പുതിയ ബസ് വാങ്ങാനും കൂടെ ആലോചിക്കുന്നു. അതിൻ്റെ സന്തോഷമൊക്കെ ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താണ്. നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. എല്ലാം നല്ല കാര്യങ്ങളാണ്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാനൊരു വാഹനം ഒരു ബസ് മേടിക്കുന്നതിനെക്കാളും സന്തോഷം എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഒരുപാട് ബസ്സുകളാകട്ടെ. അപ്പം ഒരു ബസ്സുണ്ട്, പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ആ സന്തോഷമൊക്കെ ഞാനോട്ട് ഷെയർ ചെയ്തു. അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോ കാണുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഇരുന്ന് അദ്ദേഹം ആ സന്തോഷം ഷെയർ ചെയ്തു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്കുണ്ടാകുന്നതിനെക്കാട്ടി സന്തോഷം തോന്നി. അപ്പോൾ ഇതെല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ്. എല്ലാം നല്ല കാര്യങ്ങൾ. നമുക്കൊരു ദോഷവും ഉണ്ടാകത്തില്ല, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളും ഞാൻ പറയത്തുള്ളൂ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് കേട്ടോ, അതുകൂടെ മനസ്സിലാക്കി ചെയ്യണം, അപ്പോഴത് ഫലം ഉണ്ടാകുന്നത്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും പറഞ്ഞു തരത്തില്ല, അതുപോലെയുള്ള കാര്യങ്ങളാണ്. എല്ലാം നല്ല കാര്യങ്ങളുമാണ്. ഞാനൊരു ശിവയോഗിയാണ്. ക്രിയാകുണ്ടലി പ്രാണായാമം ചെറുപ്പത്തിലേ സ്വീകരിച്ചതാണ്. നമ്മൾ ആ സത്യത നിലനിർത്തിയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ, ചെയ്യത്തുള്ളൂ, നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ഉപകാരപ്പെടുക. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങളുടെ തൊഴിൽ സമയത്ത് പോലും കാണണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തവരുടെ അനുഭവമാണ് പറഞ്ഞത്. വലിയ രീതിയിലുള്ള സാമ്പത്തികങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ബിസിനസ്സുകാരുണ്ട്, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്, വലിയ സാമ്പത്തികം ഉള്ളവരുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഫോളോ ചെയ്യുന്നത്, എന്നാൽ ചെറിയ സാമ്പത്തികം ഉള്ളവരുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് ഈ നാണയം കൊണ്ടുള്ള ഒരു വിദ്യ പറയുന്നത്. ഇത് വലിയ സമ്പത്ത് വരുത്തുന്ന ഒരു വിദ്യയാണ്. ഇത് ഭദ്രകാളിയുടെ ഒരു വിദ്യയാണ്. ഞാൻ പറഞ്ഞുതരാം വഴിയെ. ഇതൊരു തുടക്കമാണ് പറഞ്ഞത്. ഇതൊരു സാമ്പിൾ മേടിക്കട്ടെ, കിടക്കുന്നേ ഉള്ള സംഭവം. അത് ആവശ്യമുള്ളവർ കാണുക. എനിക്ക് കാണണമെന്നോ കാണേണ്ടതെന്നോ ഒന്നും, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം ചെയ്യുക. അതോടൊപ്പം അവനവൻ്റെ തൊഴിൽ ഈശ്വരനാണ്, സാമ്പത്തിക ഈശ്വരനാണ്. അതൊക്കെ കണ്ട് തൊഴിലും സാമ്പത്തികവും ഒക്കെ ആ ഈശ്വരീയമായ രീതിയിൽ അതിനോടൊക്കെ ഒരു സത്യസന്ധത പുലർത്തി പ്രവർത്തിക്കുക. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഞാൻ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. വീട്ടിൽ സ്വയം ചെയ്യാവുന്ന പ്രാർത്ഥനകളും പിന്നെ ക്ഷേത്രത്തിൽ പോയി ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ തൊഴിലിനെ ഈശ്വരനായിട്ട് കണ്ട് പരിശ്രമിക്കുകയും കൂടെ വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആവശ്യമുണ്ടെങ്കിൽ കേട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മെസ്സേജ് ചെയ്യുന്ന എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് ഫ്രീ ആകുന്നതനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ചുരുക്കി ഒരു വാചകമായിട്ട് വാട്സപ്പിൽ വോയിസ് ആയിട്ടിട്ടാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാം നല്ല കാര്യമാണ്, പറഞ്ഞുതരാം. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനും ചിലർ ഫീസ് ഇടുന്നവരുണ്ട്, ഞാൻ തിരിച്ചിടും. പിന്നെ വിശകലനം ചെയ്യുന്നതിനൊരു നിശ്ചിത ഒരു ഫീസ് പറയും. അത് നമ്മൾ അതിനുവേണ്ടി മെനക്കെടുന്നതിന് എത്രയോ തുച്ഛമായ ഒരു ഇതേ പറയത്തുള്ളൂ. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ പറയും. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലാത്തൊരു ചെയ്യണ്ട.
എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്ന നല്ല കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി. ഇപ്പം എനിക്ക് പിന്നെ അത്രയും ക്ഷേത്രത്തിൽ പോകാൻ സമയമില്ല, അങ്ങനെയുള്ളവർ ചെയ്യണ്ട. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നൊരു പ്രാർത്ഥനകൾ നടത്താൻ എനിക്ക് സമയമില്ല, ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ഒരു ദിവസം 2 ദിവസം ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിക്കില്ല. ഒരു അത്ഭുതങ്ങൾ അങ്ങനെ ഉണ്ടാകത്തില്ല. ആവർത്തിക്കുക, അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ അനുഭവം ഞാൻ പറഞ്ഞു. അത് ആവശ്യമുള്ളവർ ചെയ്യുക. അതോടൊപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എപ്പോഴും തിരക്കിലാണ്. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. ഇനി വിഷയത്തിലേക്ക് വരാം, വീഡിയോയിലേക്ക്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈശ്വര എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ 10 നാണയം കൊണ്ട് എന്താ ഇപ്പം ചെയ്യാൻ പോകുന്നത്? അങ്ങ് മലമറിക്കാൻ പോകാമെന്നൊക്കെ കയറി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവരാണ് ഇപ്പോൾ ആ ബസ് ഉള്ള ആ കുടുംബവും, അല്ലെങ്കിൽ ഒരു പുതിയ ബസ് വാങ്ങാൻ, അതെല്ലാം ഞാൻ പറഞ്ഞ ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്ത. അതുപോലെ എത്രയോ ബിസിനസ്സുകാർ എത്രയോ ധനം ഉണ്ടായവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നില്ലേ. അതുപോലെ നമ്മുടെ വീഡിയോ കൊണ്ട് ഒരുപാട് പേര് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ, റെസ്റ്റോറൻറ്റ്, പലവിധ ബിസിനസ് സ്ഥാപനങ്ങളെ, അതുപോലെ പ്രൊഫഷണൽസ് ഉണ്ട്. അവരെല്ലാം ഞാൻ പറഞ്ഞ ഇതുപോലെ കാര്യങ്ങൾ ചെയ്താൽ സാമ്പത്തികം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അത് നല്ല കാര്യങ്ങളാണ്, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 10 നാണയം, ഞാനിവിടെ കുറച്ച് നാണയം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇത് 10 കൂടുതലുണ്ട്. ഒരു 10 നാണയമെങ്കിലും, അത് 1 രൂപയോ 2 രൂപയോ 5 രൂപയോ എത്ര ആയിക്കോട്ടെ, 10 നാണയമെങ്കിലും നമ്മൾ എടുക്കുക. പറഞ്ഞ മനസ്സിലാവും. എന്നിട്ട് ഇതുപോലൊരു തട്ടം, ഇത് ചെറിയ തട്ടം കേട്ടോ, ഇത് അടുത്ത് കാണിക്കും വലുതാന്ന് തോന്നുന്നു, ചെറിയ തട്ടമാണ്. ഈ തട്ടം എടുത്തിട്ട് ഇതൊരു 10 നാണയം ഇട്ടിട്ട് നിങ്ങൾ രാവിലെ നിങ്ങൾ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇത് ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ദേവൻ്റെയോ അല്ല ദേവിയുടെയോ മുന്നിൽ നിന്നും നിങ്ങൾ ഈ നാണയം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇളക്കിക്കൊണ്ട് ഈ പറയുന്നൊരു മന്ത്രം ജപിക്കുക. ചുമ്മാ ഇളക്കിയാൽ മതി, മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ചുമ്മാ ഇളക്കിക്കൊണ്ട് വേണം. ഇതൊരു രഹസ്യവിദ്യയാണ്. നമ്മുടെ ഈ കൈവിരലിൻ്റെ തുമ്പുകളിൽ ഈ പണം അല്ലെങ്കിൽ ധനം എന്ന ബോധം, ഇത് സ്പർശനത്തിലൂടെ നമ്മളിൽ ഉണ്ടാകണം. അപ്പോൾ നമ്മളുടെ മണി കോൺഷ്യസ്നസ് ഉണരും. നമ്മുടെ ആ മണി കോൺഷ്യസ്നസ്, ആ ബോധം ഉണരും. ഈ തുമ്പുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ പണത്തെ ടച്ച് ചെയ്യുന്നു, ധനത്തെ ടച്ച് ചെയ്തിട്ട് ഈ ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇത് 1 മിനിറ്റൊക്കെ ചെയ്താൽ മതി, ഒരുപാട് സമയം ജപിക്കേണ്ട. മന്ത്രം ഞാൻ പറയാം. ആയും ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. ഇങ്ങനെ തലോടിയാൽ മതി. ആയും ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. ആയും ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. ഇത് 3 തവണ ജപിച്ചാലും മതി. വാഗുകൊണ്ട് ജപിക്കണം. അപ്പം ഹ്രീം എന്നുള്ള ഹാ ജപിക്കരുത് കേട്ടോ. മന്ത്രം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ വേണം, ഞാൻ ഒന്നുകൂടെ എഴുതിയിടാം, അതുകൊണ്ട് നോക്കി ജപിക്കുക. ഓം ചേർക്കണ്ട. ആയും ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ നിങ്ങൾ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യുക. അതുപോലെ വൈകിട്ട് ഇത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കിത് ചെയ്തിട്ട് നിങ്ങൾക്ക് സോപ്പിട്ട് കൈയൊക്കെ എഴുതാൻ ഒന്നും കുഴപ്പമില്ല, കാരണം നാണയമല്ലേ. അപ്പോൾ ഇത് നിത്യേന നിങ്ങളിങ്ങനെ ചെയ്യുക. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ നാണയത്തെ ഇങ്ങനെ തലോടുക, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം, ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ശരിയായിട്ട് ചെയ്തവരും എല്ലാ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. ഇന്നാളും ഞാൻ പറഞ്ഞു, ചെറിയൊരു കട കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് ടൂറിസ്റ്റ് ബസ് എടുത്ത കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു, സാധാരണ ഒരു വാഹനത്തിൻ്റെ പരിപാടി കൊണ്ട് ജീവിച്ച ആൾ പിന്നെ 2-3 വാഹനങ്ങളൊക്കെ എടുത്ത്, ഇതൊക്കെ എനിക്ക് വാട്സപ്പിൽ ഇട്ടതെന്നോ നിങ്ങളോട് പറഞ്ഞു തന്നോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയോ ജീവിതത്തിൽ അതുപോലെ സാമ്പത്തികം ഉണ്ടായ ആളുകളുണ്ടെന്നറിയാം. ഞാൻ പറഞ്ഞ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത്, അതുപോലെ നല്ല വരുമാനത്തിനുള്ള മാർഗങ്ങൾ നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് രാവിലെയും ചെയ്യണം, വൈകിട്ടും ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ഈ ഭദ്രകാളിയുടെ ഈ മന്ത്രത്തിനൊരു ശക്തിയുണ്ട്. ആയും ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. ഇത് നിങ്ങളുടെ ഈ മണി കോൺഷ്യസ്നെസ്സുമായി, അതായത് നമ്മളുടെ ഉള്ളിലെ പണം എന്നുള്ള ബോധവുമായി ഈ മന്ത്രം ജപിച്ച് ഈ കൈവിരലുകൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അത് മാത്രം ലയിച്ച് ചെയ്യുക. ഒരു 3 തവണ ചെയ്താൽ മതി, രാവിലെയും വൈകിട്ടും. നമ്മുടെ ഉള്ളിൽ ഉള്ള ദിവ്യശക്തി, അതായത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും പോസിറ്റീവായിട്ടൊരു എനർജി ഉണ്ട്. അതാണ് ദിവ്യശക്തി നമ്മുടെ ഉള്ളിലുള്ള. ആ ദിവ്യശക്തി ഈ പണത്തെ ആകർഷിക്കാൻ തുടങ്ങും. അത് 1 ദിവസം 2 ദിവസം ചെയ്തുകൊണ്ടല്ല, ഇത് നമ്മൾ ദിവസവും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പണം എന്നുള്ളൊരു ബോധം ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ആ എനർജി ശരിക്കും പണമെന്ന് പറഞ്ഞാൽ ആ പണം ശരിക്കും നമ്മുടെ ചിന്തയാണ്, എനർജിയാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴേ നമ്മളിലേക്ക് അത് ആകർഷിക്കപ്പെടത്തുള്ളൂ. പണം ഉള്ളവൻ്റെ കയ്യിൽ നിന്നും പണം എപ്പോഴും പണത്തെ ആ ഒരു ദൈവികമായിട്ട് കാണുന്നവനിലേക്ക് പണം മറ്റുള്ളവനിൽ നിന്ന് ഒഴുകും.
ഓട്ടോമാറ്റിക്കായിട്ട്. അല്ലാതെ നിങ്ങൾ ഒരു കണ്ണാടി കണ്ട് ഞാൻ പണം ഉള്ളവനാകും ഇങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ, എനർജിയെ ആക്ടിവേറ്റ് ആക്കണം പണവുമായി ബന്ധപ്പെട്ട്. അപ്പോഴേ പണം നിങ്ങളിലേക്ക് വരത്തുള്ളൂ. അത് അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അതാണ് പ്രാക്ടിക്കൽ. അല്ല നിങ്ങളിപ്പോൾ ഞാൻ ധനവാനെന്നും പറഞ്ഞാലൊന്നും ധനവാനൊന്നും ആകാൻ പോകുന്നില്ല. അതൊക്കെ ഒരു 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 ആവേശം അല്ലെ ഒരു ഇതെന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ ബോധവുമായിട്ട് കണക്റ്റ് ആയാൽ നിങ്ങൾ പണം വരും നിങ്ങളിലേക്ക്. നിങ്ങൾക്ക് അതിനുള്ള എന്ന് വെച്ചാൽ വീട്ടിൽ ചുമ്മാ ഇരുന്ന പണം വരുമെന്നല്ല, നിങ്ങൾക്ക് പുതിയ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ, തൊഴിൽ വികസിപ്പിക്കാൻ പറ്റും, പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ പറ്റും. അങ്ങനെ സാമ്പത്തികം നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വരും. നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജിയും ഉണ്ട്, നെഗറ്റീവ് എനർജിയും ഉണ്ട്. പോസിറ്റീവ് എനർജി ദൈവികമാണ്. നെഗറ്റീവ് എനർജി നിരാശ, ഭയം, കാമക്രോധ ലോഭങ്ങളൊക്കെ വളരെ മോശമായ രീതിയിൽ, അതാണ് നെഗറ്റീവ് എനർജി. ഈ നെഗറ്റീവ് എനർജി പണവുമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് പണം നമ്മളെ നശിക്കുന്നത്. അങ്ങനെയുള്ളവർ പണം നശിച്ചുകൊണ്ടിരിക്കും. പോസിറ്റീവ് എനർജി പണവുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ പണം വന്നുകൊണ്ടിരിക്കും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതാണ് ചിലരെപ്പോഴും പണം ചിലവായിക്കൊണ്ടേയിരിക്കും. ചിലരുടെ പണം വന്നുകൊണ്ടേയിരിക്കും. അപ്പം അത് ഓരോരുത്തരും ആ ഒരു ചില പ്രത്യേക കാര്യങ്ങൾ പണം അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് പണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു വിദ്യ നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൽ നിങ്ങളുടെ മേശപ്പുറത്ത് ഇങ്ങനെ ഒരു തട്ടത്തിനകത്ത് അല്പം കോയിൻ വെച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ച് ഇത് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കച്ചവടം വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് സാമ്പത്തികം എവിടുന്നെങ്കിലും ഒക്കെ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാം, ഓഫീസുണ്ട് ഓഫീസിലും ചെയ്യാം. നിങ്ങൾ മാറും, നിങ്ങളുടെ സാമ്പത്തികം മാറും, നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ മെച്ചപ്പെടും. ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ്. പറഞ്ഞാൽ മനസ്സിലായത്? ഇത് സാധാരണ ആർക്കും ചെയ്യാം, എവിടെ ഇരുന്നും ചെയ്യാവുന്ന കാര്യം. ഇത് ചെയ്തുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതോടൊപ്പം നമ്മൾ പണത്തെ ബഹുമാനിക്കാനും പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഈശ്വരീയമായിട്ട് അതിനെ കാണണം. പലരും നമ്മുടെ മനസ്സിൽ ഇപ്പം പണം ഉണ്ടാക്കുന്നതിൻ്റെ മോശം കാര്യമാണെന്നൊക്കെയാണ് പലരുടെയും ചെറുപ്പം മുതലേ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം. നമുക്ക് പണം ഉണ്ടല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പണം ഉണ്ടെങ്കിൽ ഒരാളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ആശുപത്രിയിലായാൽ നമുക്ക് ആ പണം ഉണ്ടെങ്കിലേ നമുക്ക് ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ പണം ദൈവികമാണെന്ന് മനസ്സിലാക്കുക. അത് ദൈവികമായ ഊർജ്ജമായിട്ട് അതിനെ കാണുക. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റണം. ഒരു രൂപ ഇപ്പം നിലത്ത് കിടക്കുന്ന കണ്ടാലും പണത്തെ ബഹുമാനിക്കുന്ന അല്ലെ സ്നേഹിക്കുന്ന, ആ പണത്തെ ദിവ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു രൂപ കുനിഞ്ഞെടുത്തിട്ട് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് പോക്കറ്റ് ഇടും. അല്ലെങ്കിൽ ഇപ്പം താഴെ കിടക്കുന്നവരെ അത് ആരുടെയാണെങ്കിലും കൊടുക്കും. അല്ലെങ്കിൽ ആ പണം, ഞാൻ പറഞ്ഞ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇപ്പം വേറൊരാളെ പോയെങ്കിൽ അത് കൊടുക്കും. ഇനി നമ്മളുടെ കയ്യിൽ നിന്ന് പോയതാണ് ഒരു രൂപ പോയെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോയി അത് കുനിഞ്ഞെടുത്ത്, അല്ലെ ഒരു രൂപ പോട്ടെന്ന് വെക്കത്തില്ല, അതെടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോയെന്ന് വെച്ചോ ചില്ലറ, അത് പണത്തെ ദൈവികമായിട്ട് പ്രാർത്ഥിച്ച് അമ്മയെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ പോക്കറ്റ് ഇടും. ഇനി വേറൊരാളുടെ പോയെങ്കിൽ അത് നമ്മളെടുക്കരുത്, അവർക്ക് കൊടുക്കണം. അപ്പോൾ ഈ പണത്തെ ഒരു രൂപയല്ലേ പോട്ടെ, അല്ലെ ഒരു രൂപയാണ് എന്ന് ധനത്തിൻ്റെ രഹസ്യം അറിയാവുന്നവരങ്ങനെ ചെയ്യത്തില്ല. ഒരു രൂപയും ലക്ഷം രൂപയും അവർ ഒരുപോലെയാണ് ആ ബഹുമാനത്തോടെ സ്നേഹത്തോടെ പണത്തെ ദിവ്യമായ രീതിയിൽ പണത്തെ കാണുന്നത്. നമ്മുടെ ആചാരപ്രകാരം പണത്തെ മഹാലക്ഷ്മിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഭദ്രകാളിയുടെ മന്ത്രമാണ്. ഭദ്രകാളിയാണ് എല്ലാം കേട്ടോ. സമ്പത്തും ഐശ്വര്യം ഒക്കെ പെട്ടെന്നുണ്ടാകാൻ ഭദ്രകാളി തന്നെയാണ്. ലക്ഷ്മിയെല്ലാം നിങ്ങളുടെ കൂടെ വരും ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ വേറെ ചിന്തകളൊന്നും പാടില്ല. നിങ്ങൾ ഈ സാമ്പത്തികം എങ്ങനെ കളിച്ചാലും വരും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസമായി വാട്സപ്പ് നോക്കിയിട്ട് ഇന്നാണ് വാട്സപ്പ് നോക്കുന്നത്. അപ്പോൾ ഒരാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, കിട്ടാക്കടം സാറേ കിട്ടി. വാട്സപ്പിൽ കിടപ്പുണ്ട്, എല്ലാം ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അവർക്ക് പൈസ കിട്ടാനുണ്ടായിരുന്നു. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. നാഗരാജാവിന് പൈസ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ ലോണ് ഒരാൾക്ക് ഒരുപാട് നാളായിട്ട് തടസ്സപ്പെട്ട ലോൺ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു, ലോണ് പാസ്സായി, ഒരുപാട് സന്തോഷം. അപ്പം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, ലോണ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം, അത് അടയ്ക്കാനും കൂടെ ശ്രമിക്കണം, അതാണ് അതിൻ്റെ ശരി കേട്ടോ. കിട്ടിക്കഴിയുന്ന പോലെ അതിന് അടയ്ക്കാനും കൂടെ. അപ്പോൾ അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും സാറായെന്ന് പറഞ്ഞു. അപ്പോൾ അത് ലോൺ തടസ്സപ്പെട്ട ലോൺ കിട്ടി. ഞാൻ പറഞ്ഞ ചെറിയൊരു സിമ്പിൾ കാര്യം ചെയ്താൽ ഇങ്ങനെ എത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നമ്മളിപ്പോൾ അതിൻ്റെ ഇതിന് പുറകെ നടന്നിട്ട് കാര്യമില്ല. ജീവിതം മാറുന്ന കാര്യങ്ങൾ അറിഞ്ഞാലേ, അത് ചെയ്താലേ ജീവിതം മാറത്തുള്ളൂ. ചുമ്മാ ഇതൊന്നും ചെയ്തൊന്നും ജീവിതം മാറത്തില്ല. ഞാൻ ക്രിയാകൗണ്ടലിൽ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു, അല്ലെ ശിവവിദ്യ ചെയ്യുന്നു. ഞാൻ ആ ചെയ്യേണ്ട രീതി ചെയ്താലേ എനിക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അറിയേണ്ട കാര്യം അറിയണം. ജീവിതം മാറാൻ വേണ്ട കാര്യങ്ങൾ അറിയണം, അത് ചെയ്യണം. അപ്പോഴേ ജീവിതം മാറുന്നത്. അത് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ചുമ്മാ
ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പുറകെ പോയി, പണവും പോയി, സമ്പത്തും പോയി, ലാസ്റ്റ് സമയവും പോയി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് സമയനഷ്ടം. ഞാൻ എപ്പോഴും പറയും, എൻ്റെ വീഡിയോ ആണെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ കാണാവുള്ളൂ. നിങ്ങളുടെ തൊഴിലിനെ ഈശ്വരനായിട്ട് കാണണം, നിങ്ങളുടെ പണത്തെ ഈശ്വരനായിട്ട് കാണണം, നിങ്ങളുടെ പ്രവൃത്തിയെ ഈശ്വരനായിട്ട് കാണണം. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് എന്നിട്ട് പറ്റുന്ന ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അല്ല, നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും തൊഴിൽ ഒരു കാരണവശാലും മുടക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രവൃത്തി ഈശ്വരനാണ്, പണം ഈശ്വരൻ. 1 രൂപയെ പോലും നിങ്ങൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ആ പണത്തെ ഈശ്വരനായിട്ട് കാണണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ. ഇത് ജസ്റ്റ് ചെറിയ കോയിൻ കൊണ്ടുള്ള വിദ്യയാണ്. ഇതിനെ നമ്മൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. നമ്മളുടെ കൈയുടെ വിരലിൽ ആ ടച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നു, ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ആ സാമ്പത്തികം എന്നുള്ള ആ പോസിറ്റീവ് എനർജി, ദിവ്യബോധം, ആ പണത്തിൻ്റെ ദിവ്യബോധം ഉണ്ടായി വരും. ആ നെഗറ്റീവ് ബോധം ഇല്ലാതായിട്ട് വരും. അതാണ് അതിൻ്റെ രഹസ്യം കേട്ടോ. അത് അറിഞ്ഞ് ചെയ്യണം. നിങ്ങൾ ഏതൊരാളുടെയും ജീവിതം മാറും. ചെയ്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോ കണ്ട് ഞാൻ പറഞ്ഞില്ലേ, എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ അവർ ബിസിനസ് വികസിപ്പിച്ചിരിക്കുന്നു. അവർ വീണ്ടും വീണ്ടും വാഹനങ്ങൾ വാങ്ങുന്നു, അല്ലെ സാമ്പത്തികം ഉണ്ടാകുന്നു, ബ്യൂട്ടി പാർലർ ഇടുന്നു, തയ്യൽ സ്റ്റിച്ചിങ് സെൻ്റർ ഇടുന്നു, ചിലർക്ക് നല്ല സർക്കാർ ജോലി കിട്ടുന്നു. അതൊക്കെ എത്രയോ വീഡിയോകളിലോട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ എടുത്ത വ്യക്തിയല്ല. ഞാൻ ഒരാളുടെ ഗ്രഹനില കൈരേഖ നോക്കി അവർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. അല്ലാതെ വെറുതെ വീഡിയോ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അനുഭവം ഉള്ളവനെ അത് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. ആ തിരിച്ചറിവുള്ളവനെ ആ തിരിച്ചറിവ് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും പുസ്തകത്തിൽ നോക്കി ഒരു വീഡിയോകൾ കിട്ടാം, അതൊരു നിങ്ങൾക്ക് പ്രയോജനം കിട്ടത്തില്ല. ചുമ്മാ നിങ്ങൾക്കും വീഡിയോ കാണാം, പറയുന്നവനൊരു സമയം പോക്ക്, കേൾക്കുന്നവന് സമയം പോക്കുന്നേ ഉള്ളൂ. പക്ഷെ ഫലം ഉണ്ടാകണമെങ്കിൽ തിരിച്ചറിവുള്ളവർ പറയുന്നത് മനസ്സിലാക്കണം. ഞാനിത് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെ പല കാര്യങ്ങളും ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ് പറഞ്ഞ് മനസ്സിലായി. എത്രയോ ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ്. ഇനി കിട്ടാക്കടം കിട്ടാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. അതുമല്ല, ഇത് സാമ്പത്തികം വളരെയധികം ഉണ്ടാകുകയും ചെയ്യും. ആരുടെ ബിസിനസ് പൊട്ടിയാലും നിങ്ങളുടെ ബിസിനസ് പൊട്ടത്തില്ല. ആർക്ക് സാമ്പത്തിക അധപ്പതനം ഉണ്ടായാലും നിങ്ങൾക്കുണ്ടാകത്തില്ല. അതിനൊരു രഹസ്യ വിദ്യ കൂടെ പറഞ്ഞുതരാം. ഇത് ചെയ്യുക. നാണയത്തിൻ്റെ വിദ്യ രാവിലെയും വൈകിട്ടും ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഈ കിട്ടാക്കടം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ വിശദമായിട്ട് അവസാനം വരെ കേൾക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. സർപ്പത്തിന് ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ നാഗരാജാവിന് പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടകശനി ആയിക്കോട്ടെ, ഏഴരശനി ആയിക്കോട്ടെ, ദശാസന്ധി ദോഷമായിക്കോട്ടെ, എന്തും മാറ്റിമറിക്കാൻ നാഗരാജാവിന് പറ്റും. സത്യമാണ് ഞാൻ പറയുന്നത്. ഈ നാഗരാജാവിന് ചില പ്രത്യേക ഇങ്ങനെ പ്രാർത്ഥനകൾ നടത്തുന്നവർക്കൊന്നും ബിസിനസ് ഒരിക്കലും അധപ്പതിക്കത്തില്ല. എന്നും വർദ്ധിച്ചു വരും, അല്ലെങ്കിൽ സാമ്പത്തികം വരും. ഈ കിട്ടാക്കടം കിട്ടിയതും നാഗരാജാവിന് ഒരു വിദ്യ പറഞ്ഞു കൊടുത്താൽ. അതുപോലെ സമ്പത്തുണ്ടാകാനും നാഗരാജാവിന് വിദ്യ ചെയ്താൽ മതി. അതെങ്ങനെയാണെന്നറിയോ? ബുധൻ ഞായർ ദിവസങ്ങൾ. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണെങ്കിൽ നിങ്ങളിപ്പോൾ കേൾക്കണം, മുഴുവൻ കേൾക്കണം. കാരണം കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ബുധൻ ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രം ഏതുമായിക്കോട്ടെ അവിടെ പോവുക. ആ ദേവനല്ലേ ദേവിക്ക് എണ്ണയോ മാലയോ കൊടുക്കുക. അതിനുശേഷം സർപ്പത്തിന് നട വരണം. ചെറിയൊരു മൺചിരാത് കൊണ്ടുപോയി അതിൻ്റെ അകത്ത് അല്പം നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് നാഗരാജാവിന് നേരെ വെച്ച് ആ പടിയെ വെച്ചാൽ മതി, അകത്തോട്ട് വെക്കണ്ട. കത്തിച്ച് സാമ്പത്തികം ആവശ്യപ്പെടുക. ഇത് ബുധൻ ഞായർ ശ്രദ്ധിച്ചു കേട്ടോണം. ബുധൻ ഞായർ, പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി, വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി. അതാ ഞാൻ പറഞ്ഞ കൂടുതൽ കാര്യം പറയുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് കിട്ടാക്കടം കിട്ടിയതൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ബുധൻ ഞായർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ബുധൻ ഞായർ, അതോടൊപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയും വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയും കൂടെ ഇങ്ങനെ ചെയ്യുക. അത്ഭുതകരമായിട്ട് സാമ്പത്തികം ഉണ്ടാകും. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. നാഗരാജാവിന് അതിന് ശക്തിയുണ്ട്. കിട്ടാക്കടം കിട്ടും, ഉറപ്പാ. പക്ഷെ വിശ്വാസം വേണം നാഗരാജാവിന്. കിട്ടിയിട്ടാണ് ഇന്ന് വാട്സപ്പിൽ അവരെനിക്ക് മെസ്സേജ് ചെയ്ത് ഇനിയും ചിട്ടിയൊക്കെ അടിക്കാൻ വേണേ ഇതൊന്ന് ചെയ്യാം എന്ന് ചെയ്ത് അടിക്കുക. ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ചിട്ടി അടിക്കുമെന്നല്ല, ചിലർ ചിട്ടി അടിച്ചവരുണ്ട്. ഞാനീ പറഞ്ഞ വിദ്യ എന്നുവെച്ച് ചിലപ്പോൾ ചെയ്താൽ ചിലപ്പോൾ അടിക്കണമെന്നില്ല. 90%, 99% ചിലപ്പോൾ അടിക്കത്തില്ല. 1% ചിലപ്പം സാധ്യത ഉണ്ട്. നിങ്ങളുടെ വിശ്വാസം കൂടെ വേണം. പിന്നെ എത്രയോ പേരുടെ ഭാഗ്യത്തിൽ നിന്നാണ് നമുക്കൊരു ഭാഗ്യം വരും. നമ്മളെക്കാട്ടും ഭാഗ്യമുള്ളവരെ ചിട്ടിയിലുണ്ടെങ്കിൽ അവർക്ക് അടിക്കത്തുള്ളൂ. പക്ഷെ എങ്കിലും വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. അങ്ങനെ അടിക്കുമെന്ന് ഉറപ്പായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ചിലപ്പോൾ ഒരു സാധ്യത, 1% സാധ്യത. അതുപോലെ നിങ്ങളുടെ ജോലി പ്രശ്നം, നിങ്ങൾക്ക് സാമ്പത്തികം, തൊഴിൽ,
എന്തിനും നാഗരാജാവിന് ഈ വിദ്യയാണ്. സാമ്പത്തികം നന്നായിട്ടുണ്ടാകും. സാമ്പത്തികം പറഞ്ഞാൽ യാതൊരു സംശയം വേണ്ട. തൊഴിൽ ശരിയാകും. എന്തിനെ മാറ്റിമറിക്കാൻ നാഗരാജാവിന് ശക്തിയുള്ളൂ. കാരണം ഞാനങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വെച്ചാൽ വലിയ കാര്യങ്ങളാണ്. നിങ്ങൾ കാര്യങ്ങളുടെ പുറകെ നടക്കുമ്പോൾ അതുകൊണ്ട് നടക്കാത്ത കാര്യം ഇതൊന്നും ചെയ്ത് നോക്കാം, നടക്കില്ലെന്നറിയാം. നടക്കും. വിശ്വാസത്തോടെ ചെയ്യണം. ചെയ്തവർക്ക് അടുത്ത ടൗണിലാണ് പറഞ്ഞു തരുന്നത്. ഞാൻ അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ വീഡിയോ പറയാറുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ പറയാറില്ല. കാരണം അത് ഞാൻ ആ ഒരു സത്യത്തെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇനി അതുപോലെ തന്നെ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസം ചെയ്താലും സാമ്പത്തികം വരും. ഇത് ഞാൻ വീഡിയോ ഇടുന്ന കാലം മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസം ചെയ്താൽ കടുംപായസവും ഒന്നുകിൽ ചെമ്പരത്തിമാല അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ഞാൻ തിരുമേനോട് പറയണം. അതോടൊപ്പം മലയാള മാസം ആദ്യം വെള്ളിയാഴ്ച രാവിലെ ഒരു ഗണപതി ഹോമം വൈകിട്ടൊരു ഭഗവതി സേവയും കൊടുക്കണം, ഉറപ്പാണ്. പിന്നെ കുളമുള്ള ക്ഷേത്രമാണ്, മലരുകൊണ്ട് മീനോട്ടുകൂടെ ചെയ്യണം. ഇതിന് നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. വീട്ടിൽ കയറി വെറുതെ ഇരുന്ന പൈസ ഒരിക്കലും വരത്തില്ല. നമ്മൾ അധ്വാനിക്കുകയും കൂടെ വേണം. അപ്പം നമ്മുടെ തൊഴിലും ഈശ്വരനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പണത്തെയും ആ ഈശ്വരനായിട്ട് കാണുക, തൊഴിലിനെ ഈശ്വരനായിട്ട് കാണുക, ബഹുമാനിക്കുക, നമ്മൾ പ്രയത്നിക്കുക. ഇപ്പം ഇതിങ്ങനെ വെള്ളിയാഴ്ച ചെയ്താലും ഉറപ്പായിട്ട് സാമ്പത്തികം വരും. അങ്ങനെ എത്ര ആളുകളെ രക്ഷപ്പെട്ടിരിക്കുന്നറിയോ? വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല എന്നുണ്ടെങ്കിൽ, കലഹം വഴക്ക് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ട് ചെയ്തവർക്ക് ചൊവ്വാഴ്ചകളിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ സാധാ ഗുരുതി 100 രൂപയുടെ ഗുരുതി ചെയ്യുക, തിരുമേനിക്ക് ദർശനം കൊടുക്കുക. ഇത് അത്യാവശ്യമെങ്കിൽ ഒരു മാസം തന്നെ 2-3 ചൊവ്വാഴ്ച ചെയ്തോളൂ. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ചൊവ്വാഴ്ച വീതം ആവർത്തിച്ച് പോവുക. അത്ഭുതകരമായിട്ട് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. വലിയ കടലാടി 30 രൂപ ഉള്ളൂ. പച്ചമരുന്ന് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ കടലാടി എന്ന് പറഞ്ഞാൽ കമ്പ, അതൊരു കെട്ട് കമ്പ് കിട്ടും. അത് മേടിച്ച് കത്തിച്ച് ഓരോ മുറിയിലും പുക കാണിക്കുക. എന്നിട്ട് അത് കെട്ടുപോകുന്ന വീണ്ടും കത്തിച്ചിട്ട് കാണിക്കുക. ജസ്റ്റ് കാണിച്ചാൽ മതി. ഇത് ദിവസവും ചെയ്യുക, എപ്പം വേണേലും ചെയ്യുക. ഒരു നേരം ചെയ്താൽ മതി. ആ കമ്പ് തന്നെ പിന്നെ ഉപയോഗിക്കാം. സമാധാനം ഉണ്ടാകും. നെഗറ്റീവ് എനർജി വീട്ടിൽ നിന്ന് പോകും. അതുപോലെ തന്നെ ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ ഈ മന്ത്രം ദശാക്ഷരി ജപിച്ചാൽ ഒരു നെഗറ്റീവ് എനർജിയും വീട്ടിൽ നിൽക്കത്തില്ല. സാമ്പത്തികം വരും. സർവ്വ തടസ്സങ്ങളും മാറും. അത്ഭുതകരമായ കാര്യമാണ്. ഇതിനപ്പുറത്തൊരു കാര്യമില്ല. ഇതിനപ്പുറത്തൊന്നുമില്ല. അത്ര അത്ഭുതകരമായ കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന മന്ത്രത്തിൻ്റെ രഹസ്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ഐ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ടത്തിലെ ബീജമാണ്, അക്ഷരമാണ്. അതിൻ്റെ കൂടെ ബിന്ദു ചേരുമ്പം ഐം എന്ന് വരുന്നു. ആ ബീജത്തിൻ്റെ രഹസ്യമാണ് പറയുന്നത്. അപ്പോൾ ഐം ബിന്ദു ചേരുമ്പോൾ 0 കൂടെ വരുന്നു. ഐം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്. എന്നാത്തിനുള്ള ജ്ഞാനം? പുസ്തകം വായിക്കാനുള്ള ജ്ഞാനമാണ് അല്ല. പ്രവൃത്തി ചെയ്യാനും ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യാനും അതിൽ വിജയിക്കാനുമുള്ള ജ്ഞാനം, അതാണ് യഥാർത്ഥ ജ്ഞാനം. മനസ്സിലാകുന്നുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ്. നമ്മളൊരു ഏത് ബിസിനസ് ചെയ്താൽ വിജയിക്കും, ഏത് തൊഴിൽ ചെയ്താൽ വിജയിക്കും, എന്നെക്കൊണ്ട് ആ തൊഴിൽ ചെയ്യാൻ പറ്റുമോ, ഈ ഒരു തിരിച്ചറിവ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതാ ജ്ഞാനം. അല്ല പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന ജ്ഞാനമല്ല. സ്വയം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള, സാഹചര്യത്തെ മനസ്സിലാക്കാൻ, സ്വന്തം കഴിവിനെ വിലയിരുത്തി നമുക്കൊരു തൊഴിൽ ചെയ്ത് വിജയിപ്പിക്കാനുള്ള ജ്ഞാനം, ആ ജ്ഞാനം കിട്ടും. ആയും ക്ലീൻ. ക എന്നത് ബ്രഹ്മബീജമാണ്. ല എന്നത് ഭൂമി ബീജമാണ്. ഇ എന്നത് മഹാമായയുടെ ബീജമാണ്. ക പ്ലസ് ല പ്ലസ് ഇ ഇപ്പം ക്ലീ ആയി. അതിൻ്റെ കൂടെ ബിന്ദു ചേരുമ്പം ക്ലീൻ 0 അത് ഇച്ഛാശക്തി നൽകുന്നതാണ്. ഇച്ഛാശക്തി ഇല്ലാത്തവനൊന്നുമില്ല. നമ്മുടെ ഇച്ഛാശക്തി, വിൽ പവർ നൽകും. അപ്പം ജ്ഞാനശക്തി, ഇച്ഛാശക്തി, പിന്നെ സൗം 0 ഉണ്ട് കേട്ടോ. അത് ക്രിയാശക്തിയെ നൽകുന്നു. അപ്പോൾ ഈ 3 ശക്തി നമുക്ക് ഈ മന്ത്രത്തിലൂടെ കിട്ടും. പിന്നെ ഹ്രീം എന്ന ബീജം ശക്തി ബീജം, ഹ എന്ന വ്യോമബീജവും ര എന്ന അഗ്നിബീജവും അതിൻ്റെ കൂടെ ഇ എന്ന മഹാമായയുടെ ബീജവും ചേരുമ്പം ഹ പ്ലസ് ര പ്ലസ് ഇ ഈസിക്കൽ ടു ഹ്രീ. അതിൻ്റെ കൂടെ ബിന്ദു 0 ചേരുമ്പോൾ ഹ്രീം ശക്തി ബീജം. നമ്മളെ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ശക്തി, നമ്മുടെ ഉള്ളിലെ ശക്തിയെ ചലിപ്പിക്കുന്ന ശക്തി, മഹാശക്തി, ശക്തി ബീജം, ഹ്രീം എന്ന ബീജം. അത് ഹ്രീം എന്ന ബീജം കൂടെ ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ദിവ്യബോധം ഉണരും.
നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാവും. നിരാശാബോധം, ഭയം ഇങ്ങനെയുള്ളതൊക്കെ മാറി നമ്മുടെ ഉള്ളിൽ ആ ദിവ്യബോധം ഉണ്ടായി വരും. അങ്ങനെ ആ മന്ത്രം ഭദ്രകാളി നമഃ ആ മന്ത്രം ജപിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ നാണയത്തെ ഇങ്ങനെ തഴുകി ആ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ദിവ്യബോധം ഉണരുമ്പോൾ അത് സാമ്പത്തികമായ മണി കോൺഷ്യസ്നെസ്സുമായിട്ട് ലയിക്കുമ്പോൾ നമ്മളിലേക്ക് പണം ഓട്ടോമാറ്റിക്കായിട്ട് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. എന്ന് വീട്ടിൽ കയറി ഇരിക്കണമെന്നല്ല പറഞ്ഞ് നമ്മൾ നമ്മുടെ തൊഴിലെ ഈശ്വരനായിട്ട് കണ്ട് അതുകൂടെ ഏറ്റവും ആത്മാർത്ഥത്തോടെ ചെയ്യുക. അപ്പം പണം അതിനെ ഈശ്വരനായിട്ട് കാണുക, അത് വലിയ രീതിയിൽ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് അറിയേണ്ടത്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, അതിലൊന്നും കാര്യമില്ല. എൻ്റെ വീഡിയോ ശരിയായിട്ട് കണ്ട് മനസ്സിലാക്കിയവർ എല്ലാം കുടുംബത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ട്. മദ്യപാനം അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നവരുണ്ട്, കുടുംബ ഐക്യം ഉണ്ടായവരുണ്ട്, സ്ഥലവും വീടും ധാരാളം വിൽപ്പന നടന്നവരുണ്ട്, വാങ്ങിയവരുണ്ട്, സർക്കാർ ജോലി കിട്ടിയവരുണ്ട്, ജോലി നല്ല പൊസിഷനിൽ ഏറ്റവും അടുത്ത ടോപ്പ് പൊസിഷനിൽ വന്നവരുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, എല്ലാ തരത്തിലുണ്ട്, പല പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, എന്ത് വേണ്ട എവറിത്തിങ് എല്ലാവർക്കും അവരുടേതായ രീതിയിൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നല്ല കാര്യം മാത്രമാണ് പറയുന്നത്, അതൊരു പ്രാർത്ഥനയോടുകൂടിയാണ് പറയുന്നത്. അത് ആരും പറഞ്ഞു തരാത്ത ഈശ്വര്യമായ നന്മയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം, ചുമ്മാ മണ്ടത്തരം പറഞ്ഞാൽ മതി, ഒരുപാട് പേര് കാണും, ലക്ഷങ്ങൾ വ്യൂസ് വരും, മില്യൺസ് വ്യൂസ് വരും. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഏറ്റവും കുറച്ച് ആളുകളെ ഇപ്പം നമ്മുടെ വ്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്നാലും അത് വിഷമമൊന്നുമില്ല. കാരണം കാണുന്നവർക്ക് ജീവിതം മാറുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മണ്ടത്തരത്തിൻ്റെ പുറകെ പോകുന്നവരൊക്കെ അതിൻ്റെ അനുഭവിച്ചോട്ടെ, നമുക്കതിനെന്താ കുഴപ്പം. നന്മയുള്ളവൻ നന്മ അനുഭവിക്കും. നമ്മൾ ഈശ്വര്യമായ നല്ല പ്രാർത്ഥന. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഏതൊരു വ്യക്തിയും അച്ഛനെ അമ്മയെ നോക്കാതിരിക്കത്തില്ല, കുടുംബത്തെ നോക്കാതിരിക്കും. മനസ്സിലാക്കുന്നു അല്ലാതെ കണ്ടിട്ടത് മനസ്സിലാകാത്ത അഹങ്കാരത്തിൽ ജീവിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞ്, നല്ല രീതിയിൽ മനസ്സിലാക്കി നന്മയുള്ള ഒരു വ്യക്തി എൻ്റെ വീഡിയോ കാണുന്നത് അവർ ഉത്തരവാദിത്തങ്ങൾ ചെയ്യും, അച്ഛനെ അമ്മയെ നോക്കും, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും വീഡിയോ പറയുന്നുണ്ട്, ഒരു ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും അവർക്ക് ജോലി വേണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഒന്നും യാഥാർത്ഥ്യമല്ല. സിനിമയിൽ ഒരു നായകനും കാണും, നായികയും കാണും, അവർ പ്രേമിക്കും, അത് സിനിമയ്ക്ക് അത് ആവശ്യമാണ്, അത് തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട സമയത്ത് പ്രേമിക്കാൻ പോയാൽ പഠിത്തവും പോവും, ജീവിതവും പോവും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ലവും ഒക്കെ അങ്ങ് മാറും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ജോലി നേടേണ്ട സമയത്ത് ജോലി നേടണം. ആ അവസരം പിന്നെ ജീവിതത്തിൽ ആ സമയം തിരിച്ചു കിട്ടത്തില്ല. എന്നിട്ട് നല്ലൊരു കുടുംബത്തിലേക്ക് വരണം, എന്നിട്ട് ജീവിതം മുഴുവൻ പ്രേമിച്ചോ. പഠിക്കേണ്ട സമയത്ത് അത് ചെയ്യരുത്, പഠിത്തവും ഇല്ലാതാകും, ജീവിതവും ഇല്ലാതാകും. കാരണം നല്ലൊരു ജോലി സ്റ്റാൻഡ് ജീവിതത്തിൽ സാമ്പത്തികം വളരെ അനിവാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മളുടെ സാമ്പത്തികം നമ്മുടെ ഇല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ അനുഭവിക്കാൻ ഉണ്ടാകും. കല്യാണം ആലോചിക്കാനും അല്ലെങ്കിൽ പ്രേമിച്ചോളാന്ന് പറഞ്ഞ കൂട്ടുകാരികളും ഒക്കെ പുറകെ നമ്മളെ ഒന്ന് ചാടൊക്കെ കിട്ടും, നമ്മളെ ഒന്ന് പ്രേമിക്കാൻ സൗകര്യങ്ങളൊക്കെ കൂട്ടുകാരികളും കൂട്ടുകാരും ഒക്കെ ഉണ്ടാക്കി തരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ജോലി ഇല്ലാതെ നിങ്ങൾ ഒരു കുടുംബം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ കൂട്ടുകാരിയും കാണത്തില്ല, കൂട്ടുകാരനും കാണത്തില്ല, അവനവനെ അനുഭവിക്കാൻ കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. സ്വന്തമായൊരു ജോലി, സ്വന്തമായി നല്ലൊരു പൊസിഷൻ, സ്വന്തമായി നല്ലൊരു വരുമാനം. എന്നിട്ട് പ്രേമിക്കാതിരിക്കുവോ, കല്യാണം കഴിച്ച് ജീവിതം മുഴുവൻ പ്രേമിച്ചോ. പഠിക്കുന്ന സമയം സിനിമയൊന്നും കണ്ട് യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിനൊന്നും പോകരുത്. കാരണം എത്രയോ ആൺകുട്ടികളും പെൺകുട്ടികളും എൻ്റെ മുന്നേ നമ്മുടെ ജീവിതം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടെന്നറിയാം. സാറേ പഠിക്കേണ്ട സമയത്ത് പ്രേമിക്കാൻ പോയി, ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, എങ്ങും ഒന്നും എത്തുന്നില്ല, നല്ലൊരു ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പിന്നെ ആ ജീവിതം തിരിച്ചു കിട്ടത്തില്ല, പഴയ കാലം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഉള്ള പലപ്പോഴും വീഡിയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, അല്ലാത്തവർ വഴിക്ക് പോട്ടെ. എന്തായാലും എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പറയുന്നത് എൻ്റെ സ്വാതന്ത്ര്യം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.